കേരളത്തിൽ സ്കൂളുകളിൽ പ്രശ്നമുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് തേവലക്കര സ്കൂളിലുണ്ടായി, അതുപോലെ തന്നെ പല സ്കൂളുകളിലുമുണ്ടായി ഇതേ പ്രശ്നമുണ്ടായി. കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം ആലപ്പുഴയിലുണ്ടായി, തേവലക്കരയിലുണ്ടായി, എറണാകുളത്തുണ്ടായി, കോഴിക്കോട് പല സ്കൂളുകളിലുണ്ടായി. അപ്പോൾ സുഭാഷിതം ചാനൽ, നമ്മുടെ ചാനൽ മാത്രമാണ് ആദ്യമായി പറഞ്ഞത് സുരക്ഷാ ഓഡിറ്റും സോഷ്യൽ ഓഡിറ്റും നടത്തണം സ്കൂളുകളിലെന്ന്. അതിനുശേഷം അത് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതേ വാർത്ത തന്നെ, അതേ കാര്യം തന്നെ രാഹുൽ ഗാന്ധി ഡിമാൻഡ് ചെയ്തു. എന്തായാലും അതിനെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കത്തും എഴുതി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാമ്പ് കടി നടത്തിയ സമയത്ത് രാഹുൽ ഗാന്ധി ഇതുപോലൊരു ഡിമാൻഡ് വെച്ചായിരുന്നു സ്കൂളുകളിൽ പരിശോധന നടത്തണമെന്ന്. പക്ഷേ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് ചെയ്യണം എന്ന് വളരെ കൃത്യമായി നമ്മുടെ ചാനൽ പറഞ്ഞു. അതിപ്പോഴാ സർക്കാർ അത് ഉത്തരവായിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുകൊണ്ടല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് സന്തോഷിക്കാം. നമ്മളൊരു വിഷയം എടുത്തിട്ടപ്പോൾ അതിലൊരു തീരുമാനം വരുമ്പോൾ ഞങ്ങൾ അവകാശപ്പെടുന്നു നമ്മളുടെ ഇമ്പാക്റ്റ് ആണെന്ന്. എന്തായാലും നമ്മുടെ ചാത്തന്നൂർ ഇവിടെ വെച്ചിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, വിദ്യാഭ്യാസ ഡയറക്ടർമാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, പഞ്ചായത്തിൻ്റെ ആളുകൾ, ഡിസ്ട്രിക്ട് ഓഫീസർമാർ, അങ്ങനെ ഒരു വലിയ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും സമയബന്ധിതമായി സുരക്ഷാ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സുരക്ഷാ ഓഡിറ്റിൽ വെള്ളം ചേർക്കരുത്. ഓഫീസിൽ ചെന്നിരുന്ന് അണ്ടിപ്പരിപ്പും കഴിച്ച്, മുന്തിരിങ്ങയും കഴിച്ച്, പായസവും കുടിച്ച്, ചായയും കുടിച്ച്, ബിസ്ക്കറ്റും കേക്കും കഴിച്ച് വരരുത്. സ്കൂൾ ക്യാമ്പസ് മൊത്തം നടന്നു കാണുക. ഇതൊരു വലിയ സാഹചര്യമാണ്, വലിയൊരു അവസരമാണ്. സ്കൂൾ കെട്ടിടങ്ങളെക്കുറിച്ചുള്ള പരിപാടി തയ്യാറാക്കുക. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ ഒരു ആഡിറ്റ് ഇവിടെ നടത്തേണ്ടി വരും. ഒരു വാട്ടർ ഓഡിറ്റ് അവിടെ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ആവശ്യമായ മൂത്രപ്പുരയുണ്ടോ എന്നുള്ളതിന് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. വെള്ളമുണ്ടോ എന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഊർജ്ജത്തെ സംബന്ധിച്ച്, അങ്ങനെ മൊത്തത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചറും ആൻഡ് അമ്യൂണിറ്റീസ് എല്ലാം ചേരുന്ന വളരെ മനോഹരമായൊരു സോഷ്യൽ ഓഡിറ്റ് നടക്കട്ടെ. അതിലൊരു സബ് ഓഡിറ്റ് വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വാട്ടർ ഓഡിറ്റ് നടക്കണം, വേസ്റ്റിൻ്റെ ഓഡിറ്റ് നടക്കണം, വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളൊരു ഓഡിറ്റ് നടക്കണം, ടോട്ടൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നുള്ളൊരു ഓഡിറ്റ് നടക്കണം, ഒരു ഗ്രീൻ ഓഡിറ്റ് കൂടി അതിൻ്റെ കൂടെ കയറിപ്പോകണം. അപ്പോൾ ഒരു ഗ്രീൻ ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ കൊടുക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വൈസുള്ള ഓഡിറ്റ് നടക്കണം. അല്ലാതെ ഏതൊക്കെ കെട്ടിടത്തിൻ്റെ കുഴപ്പമുണ്ടോ എന്ന് മാത്രം പരിശോധിക്കാനായിട്ടൊരു ടീമിനെ ബാധ്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ ടീമിനെ അയക്കരുത്. ബഹുമാനപ്പെട്ട മന്ത്രി തീർച്ചയായിട്ടും ഇത്തരം വിവിധ ഘടകങ്ങൾ നോക്കുന്ന ഒരു ടെംപ്ലേറ്റ് തയ്യാറാക്കി, മന്ത്രി തയ്യാറാക്കണമെന്നല്ല, ടീം തയ്യാറാക്കി, അതിൻ്റെ ബേസിൽ വേണം മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ നടക്കാൻ. അങ്ങനെ ഒരു ദുരന്തം വന്നിട്ടാണെങ്കിലും കേരളത്തിൽ ഒരു കുട്ടി നമ്മളെ വിട്ടുപോയിട്ടാണെങ്കിലും, പല കുട്ടികൾക്കും ആശുപത്രിയിലായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വലിയൊരു ഇമ്പാക്റ്റായി ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും അത് വളരെ വലിയ രീതിയിൽ വരട്ടെ. എന്തായാലും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സോഷ്യൽ ഓഡിറ്റിൻ്റെ രീതിയിലൊരു സുരക്ഷാ സേഫ്റ്റി ഓഡിറ്റും, അതിൻ്റെ താഴേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അമ്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ട്, സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് ചെയ്യണം. അതിൽ ഒരു കാര്യമുള്ളത്, പ്രിൻസിപ്പാളോട് സംസാരിക്കണം, മാനേജരോട് സംസാരിക്കണം, എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കണം, സെലക്റ്റീവായ കുട്ടികളോട് സംസാരിക്കണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അങ്ങനെ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരു ക്വസ്റ്റ്യനെയറൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ തെക്ക് വടക്ക് നടന്നിവിടെ എല്ലാം സുഖമാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ള കുറേ റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കരുത്. സാധാരണ ഉദ്യോഗസ്ഥരുടെ കുഴപ്പം അതാണ്. ചെന്നുപോയി എന്തെങ്കിലുമൊക്കെ കണ്ട് കാട്ടിക്കൂട്ടി റിപ്പോർട്ട് കൊടുക്കും. അത് പാടില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പോലെയുള്ള മനോഹരമായ റിപ്പോർട്ടുകൾ വരട്ടെ. അങ്ങനെ എത്ര സ്കൂളുണ്ടോ അത്രയും റിപ്പോർട്ട് വന്നാൽ അത് കൺസോൾട്ടേറ്റ് ചെയ്താൽ ജില്ലയിലെ പ്രശ്നം, സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. വരുന്ന വർഷം അതിനെ പരിഹരിക്കാനുള്ള, പാമ്പ് കയറുന്ന സ്ഥലങ്ങളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിഥുൻ രക്തസാക്ഷിയായത് മൊത്തം കുട്ടികൾക്കുള്ള ഒരു ഉത്തേജനമായി, അല്ലെങ്കിൽ മൊത്തം കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ളൊരു കവചമായി മാറുമെങ്കിൽ അങ്ങനെ നമുക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.